എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് അയാൾ ഒരു മദ്യപാനിയായിരുന്നു, ഒരു വലിയ മദ്യപാനിയൊന്നും ആയിരുന്നില്ല. അയാളെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയാളൊരു ഒരു ഒരു പാർട്ടി ഒക്കെ കൊടുത്ത് ഇച്ചിരി ഹെവി ആയിട്ട് മദ്യപിച്ചു. അന്ന് വൈകുന്നേരം അയാൾക്കൊരു വയറുവേദന വരുന്നു. അയാൾ ആ വയറുവേദന വന്നപ്പോഴേക്കും ഒരു പാങ്ക്രിയാറ്റൈറ്റിസ്, സിവിയർ പാങ്ക്രിയാറ്റൈറ്റിസ് അയാൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു, വെന്റിലേറ്ററിലാകുന്നു, ഡയാലിസിസ് വേണ്ടി വരുന്നു. ഏകദേശം 1.5 മാസത്തോളം അയാൾ ആ രോഗത്തിൻ്റെ അടിമയായിട്ട് അവിടെ കിടന്നു. ഇതിന് ശേഷം ഈ 1.5 മാസത്തിന് ശേഷം അയാളുടെ ആമാശയത്തിൻ്റെ പിന്നിലായി പാങ്ക്രിയാസിനോടടുത്ത് ഒരു ഫുട്ബോൾ വലിപ്പത്തിലൊരു പഴുപ്പ് കെട്ടുണ്ടായിട്ടാണ് ഈ പേഷ്യൻറ്റ് ഞാൻ കാണുന്നത്. ഞാൻ കാണുന്ന സമയത്ത് ഈ പേഷ്യൻ്റെ ഹാർട്ട് റേറ്റ് 150-നും 160-നും ഇടയിലാണ് സ്ഥിരമായി അടിക്കുന്നത്. ഈ 150-നും 160-നും ഇടയിൽ ഹാർട്ട് റേറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ അയാളുടെ ഹാർട്ടിന് പ്രോപ്പർലി പ്രവർത്തിക്കാൻ പറ്റാതെ ടാക്കി കാർഡിയോമയോപ്പതി എന്ന് പറയുന്നൊരു സ്റ്റേജ്. ഇത് ഈ ഒരു 25-30 വയസ്സുള്ള ഒരാളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഹാർട്ടിന് പ്രവർത്തിക്കാൻ പറ്റാതെ ഹാർട്ട് ഫെയിലിയറിലോട്ട് അയാൾ പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറുണ്ട്, അതായത് ഇതിൻ്റെ ഈ പഴുപ്പ് സ്റ്റൊമക്കിലോട്ട് ഡ്രെയിൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്. സിസ്റ്റോഗ്യാസ്ട്രോസ്റ്റോമി എന്ന് പറയും, എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ ചെയ്യണം. നമ്മളിത് ചെയ്തു. ഇത് ചെയ്തപ്പം ഏകദേശം 1 ലിറ്ററോളം പഴുപ്പാണ് അതിൽ നിന്നും ആ ദിവസം തന്നെ ഡ്രെയിൻ ചെയ്തത്. ഇതിന് കൂടാതെ ആ ടെൻറ്റ് അവിടെ തന്നെ ഇടും 1 മാസത്തേക്ക്. ആ 1 മാസം മൊത്തം പഴുപ്പ് ഇതിനകത്തോട് ഡ്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയിൽ 2-3 പ്രാവശ്യം ഇതിനുള്ളിലേക്ക് നാം കയറി, അതായത് സ്റ്റൊമക്കിന് പിന്നിലായിട്ട് കിടക്കുന്ന അതിനകത്തോട്ട് നമ്മൾ എൻഡോസ്കോപ്പ് വഴി കയറി അതിനെ പഴുപ്പെല്ലാം ചെത്തി എടുത്ത് മാറ്റി. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തു. അവസാനം ഇതെല്ലാത്തിന് ശേഷം ഏകദേശം 4-5 മാസത്തിന് ശേഷമാണ് അയാൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയത്. തെയിലൻഡിലൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ആ കല്യാണം കഴിച്ച കുട്ടി ഒരുപക്ഷെ ഒരു ക്രോണിക് മദ്യപാനിയുടെ ഭാര്യ ആവേണ്ടിയിരുന്ന അയാളുടെ ജീവിതം മാറി. ഈ ഒരു സ്റ്റോമി കോഴ്സിൽ ആദ്യം പോയതുകൊണ്ട് അതിന് അവസാനം അയാൾ മദ്യപാനി അല്ലാതായി മാറി. അവർക്ക് നല്ലൊരു കുടുംബജീവിതത്തിലോട്ട് ഇപ്പോൾ പോകുന്നുണ്ട്.